ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 5ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ കേരള പാഠാവലിയാണ്. കേരള പാഠാവലിയിലെ നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റിൻ്റെ ക്ലാസ്സും ഫസ്റ്റത്തെ യൂണിറ്റിൻ്റെ ക്ലാസ്സും നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കാണാത്ത കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായും കാണുക. ഒരുപാട് യൂസ് ആവുന്ന ക്ലാസ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ കവിതകളാണെങ്കിലും കഥയാണെങ്കിലും ഒക്കെ നമ്മൾ അതിൻ്റെ ആശയം കൂടിയാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും കാണുക. നമ്മൾ എല്ലാ സബ്ജക്റ്റിൻ്റെ പ്ലേലിസ്റ്റിൽ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 3rd യൂണിറ്റ് നടന്ന് പിന്നെ പറന്ന് എന്നുള്ള യൂണിറ്റിലെ 3 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ഇടുക്കിയുടെ താജ്മഹൽ, ഉയരങ്ങളിലേക്കൊരു യാത്ര, ഉണ്ണിയുടെ വിമാനയാത്ര. അതിൽ ഇടുക്കിയുടെ താജ്മഹലാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് മുഴുവനായി കണ്ടതിന് ശേഷം ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് നമ്മുടെ കൂട്ടുകാർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ 3ാമത്തെ യൂണിറ്റിന്റെ ഫസ്റ്റ് പേജ്. നടന്ന് പിന്നെ പറന്ന്. ആദ്യം തന്നെ എന്ത് ചെയ്യാനാ പറയണത്, ഇവിടെ കുറച്ച് കുത്തുകൾ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് യോജിപ്പിച്ച് നോക്കാൻ പറയണ്ടേ. അപ്പോൾ അത് യോജിപ്പിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, നല്ല മനോഹരമായിട്ടുള്ള ഒരു താജ്മഹലിന്റെ ഒരു പിക്ചർ ഔട്ട്ലൈൻ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ചിത്രത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം പറയാനുണ്ട്. അപ്പോൾ താജ്മഹലാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന ചിത്രം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെയാണ് അറിയുന്നത് അതാണ് ഇവിടെ എഴുതേണ്ടത്. അതിനുള്ള ഉത്തരവാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ് ഉത്തർപ്രദേശിലെ ആഗ്രയിൽ സ്ഥിതി ചെയ്യുന്ന താജ്മഹൽ. യമുന നദീ തീരത്താണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത്. ഷാജഹാൻ തന്റെ ചക്രവർത്തി ഷാജഹാൻ എഴുതിയ കുറച്ചും കൂടെ കറക്റ്റ് ആവും കേട്ടോ. ഷാജഹാൻ തന്റെ ഭാര്യ മുംതാസിന് വേണ്ടി പണി കഴിപ്പിച്ചതാണ് താജ്മഹൽ. പൂർണ്ണമായും വെള്ളക്കല്ലിൽ നിന്നാണ് കേട്ടോ. ഇത് ലായാണ്. നമ്മളിത് കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് വരുന്ന മിസ്റ്റേക്സ് ആണ് കേട്ടോ. ഇത് വെള്ളക്കല്ലിൽ നമ്മൾ മാക്സിമം അത് റീഡ് ചെയ്യുന്ന സമയത്ത് തന്നെ അത് ശരിയാക്കുന്നുണ്ട്. വെള്ളക്കല്ലിൽ നിന്നാണ്, വെള്ളക്കല്ല്. ഓക്കെ, വെള്ളക്കല്ലിലാണ് കേട്ടോ. മാർബിൾ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വെള്ളക്കല്ല് എന്ന് പറയുന്നത് മാർബിൾ. ഓക്കെ, അല്ലെങ്കിൽ മാർബിളിൽ. ഓക്കെ, വെള്ളക്കല്ലിൽ കൊത്തിയെടുത്ത വെള്ളക്കല്ലിൽ എന്താണ് കൊത്തിയെടുത്ത് ഈ നിർമ്മിതി മുഗൾ വാസ്തുവിദ്യയുടെ ശ്രേഷ്ഠ മാതൃകയായി കരുതപ്പെടുന്നു. വിവിധ രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന മാർബിളുകൾ രത്നങ്ങളും ഇതിന്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിട്ടുണ്ട്. ആയിരക്കണക്കിന് കലാകാരന്മാരും ശില്പികളും ചേർന്ന് 22 വർഷമെടുത്താണ് താജ്മഹലിന്റെ പണി പൂർത്തിയാക്കിയത്. ഓക്കെ, താജ്മഹലിന്റെ എന്നാണ് കേട്ടോ. ഇവിടെ താജ്മഹലിന്റെ പണി പൂർത്തിയാക്കിയത്. കാലത്തിന്റെ കവിൾത്തടത്തിലെ കണ്ണുനീർ തുള്ളി എന്ന് രവീന്ദ്രനാഥ ടാഗോർ താജ്മഹലിനെ വിശേഷിപ്പിക്കുന്നു. അതായത് കാലത്തിന്റെ കവിൾത്തടത്തിലെ കണ്ണീർ തുള്ളി എന്ന് താജ്മഹലിനെ വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. ഇന്ത്യയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് താജ്മഹൽ. മനസ്സിലായല്ലോ. അതായത് ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ് എന്ത്, ഉത്തർപ്രദേശിലെ ആഗ്രയിൽ സ്ഥിതി ചെയ്യുന്ന താജ്മഹൽ കേട്ടോ. എവിടെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് വെച്ചാല് യമുന നദിയുടെ തീരത്താണ്. ഇതാരെ പണി കഴിപ്പിച്ചത്, ചക്രവർത്തി ഷാജഹാൻ അദ്ദേഹത്തിന്റെ ഭാര്യ മുംതാസ് മരിച്ചു പോയപ്പോൾ അവരുടെ ഓർമ്മയ്ക്കായിട്ട് പണി കഴിപ്പിച്ചതാണ് താജ്മഹൽ. അപ്പൊ അതിന് ഒരുപാട് പ്രത്യേകതകൾ കൂടിയുണ്ട്. ഫുള്ളായിട്ട് അത് എന്താണ്, മാർബിൾ അല്ലെ, മാർബിളാണ് താജ്മഹൽ പണി കഴിപ്പിച്ചത്. പിന്നെ അതിൽ ഒരുപാട് രത്നങ്ങളൊക്കെ ഉണ്ട് അതിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. അതിന് കുറേ വർഷം, ആയിരക്കണക്കിന് കുറേ കലാകാരന്മാരെ ശില്പികളൊക്കെ ചേർന്ന് കുറേ വർഷം, 22 വർഷമൊക്കെ എടുത്തിട്ടാണ് താജ്മഹലിന്റെ പണി കംപ്ലീറ്റ് ആയത്. അപ്പൊ ആ താജ്മഹലിനെ രവീന്ദ്രനാഥ ടാഗോർ വിശേഷിപ്പിക്കുന്നത് കാലത്തിന്റെ കവിൾത്തടത്തിലെ കണ്ണീർ തുള്ളി എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ഇന്ത്യയിൽ തന്നെ പ്രധാന ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് എന്ത്, താജ്മഹൽ ട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമ്മുടെ ഫസ്റ്റത്തെ പാഠത്തിലോട്ട് പോകാം. നമുക്കൊരിടം വരെ പോയാലോ. എങ്ങോട്ടാണ്, നമ്മൾ താജ്മഹലിനെ കുറിച്ച്, ഇന്ത്യയിലെ നമ്മുടെ താജ്മഹലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി ഇടുക്കിയുടെ താജ്മഹലിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പാഠത്തിൽ പറയാൻ പോകുന്നത് കേട്ടോ. ഇടുക്കിയുടെ താജ്മഹൽ എന്നാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, റീഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ചെറിയൊരു കഥയാണ് കേട്ടോ അത്. അപ്പൊ എന്താ കഥയുടെ ഒരു തീം എന്ന് വെച്ചാൽ, ഉള്ളടക്കം എന്താ വെച്ചാൽ, ആ കുട്ടിക്ക് താജ്മഹൽ കാണാൻ പോകാൻ ആഗ്രഹം.
അപ്പൊ അവന്റെ അച്ഛനോടും വീട്ടിൽ പറയുകയാണ്. പക്ഷെ അവർക്ക് എന്തില്ല, അത്രയും ദൂരം വരെ പോയി താജ്മഹൽ, കുട്ടികളെ രണ്ട് കുട്ടികളാണ് ഈ കഥയിലുള്ളത്. അപ്പൊ അവർക്ക് അത്രയും ദൂരം കൊണ്ടുപോയി അച്ഛനും അമ്മയ്ക്കും ഈ കുട്ടികൾ താജ്മഹൽ, അവർക്കും ആഗ്രഹമുണ്ട് താജ്മഹൽ കാണണം, പക്ഷെ അവർക്ക് അതിനുള്ള സാമ്പത്തികം ഇല്ല. ഓക്കെ, അതിനുള്ള സാമ്പത്തികം ഇല്ല അത്രയും ദൂരം കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാൻ. അപ്പൊ വെക്കേഷൻ ആയി, കുട്ടികളെ കൊണ്ടുപോകാന്ന് പറഞ്ഞ സമയമായി. അപ്പൊ അവർ ചോദിക്കുമ്പോൾ കുട്ടികൾക്ക് സങ്കടമുണ്ട്. പക്ഷെ അവരത് പാരന്റ്സിന്, അച്ഛനും അമ്മയ്ക്കും കാശുണ്ടായിരുന്നെങ്കിൽ അവർ കൊണ്ടുപോകില്ലെന്ന് അവർ മനസ്സിലാക്കണം. കുട്ടികൾ അച്ഛനും അമ്മേന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി. അപ്പം എന്നാലും അവർക്കൊരു വിഷമമുണ്ടെന്ന് മനസ്സിലാക്കി അച്ഛനും അമ്മയും അച്ഛൻ എന്ത് ചെയ്യാണ്, അതെ, അത്രയും ദൂരം കൊണ്ടുപോയിട്ടുള്ള താജ്മഹൽ കാണിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇടുക്കിയുടെ താജ്മഹൽ എൻ്റെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കുടുംബമായിട്ട് എന്ത് ചെയ്യുക, അച്ഛനും അമ്മയും കുട്ടികളും ചേർന്നിട്ട് ഇടുക്കിയുടെ താജ്മഹൽ കാണാൻ പോവാണ് കേട്ടോ. അവിടെ എന്താണ് ഇടുക്കിയുടെ താജ്മഹൽ എന്നൊക്കെ പറയുന്നത് നമുക്ക് കഥ വായിക്കുമ്പോൾ മനസ്സിലാവുകയെ. അപ്പൊ ഇതാണ് കഥയുടെ ഒരു ഉള്ളടക്കം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കഥ വായിക്കാം. വെള്ളത്തൂവൽ ഗ്രാമത്തിലെ മുതിരപ്പുഴയുടെ തീരത്തായിരുന്നു രാജന്റെയും ഭാര്യയുടെയും വീട്. അവർക്ക് 2 മക്കൾ, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന അഖിലും 5ൽ പഠിക്കുന്ന അമ്മുവും. അപ്പൊ കുട്ടികൾ ആരൊക്കെയാണ്, അഖിലും അമ്മുവും. എവിടെയാണ് അവരുടെ വീട്, എവിടെയാണ്, വെള്ളത്തൂവൽ ഗ്രാമത്തിലെ മുതിരപ്പുഴയുടെ തീരത്താണ് കേട്ടോ. അച്ഛന്റെ പേരെന്താ, രാജൻ. ഒരു ദിവസം സന്ധ്യയ്ക്ക് പണി കഴിഞ്ഞു വന്ന രാജനോട് അഖിൽ ചോദിച്ചു, അച്ഛാ, ഈ താജ്മഹൽ എവിടെയാണ്? രാജന് പെട്ടെന്ന് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. അറിയാത്തത് അറിയില്ലെന്ന് തന്നെയാണ് കുട്ടികളോട് പറയേണ്ടത് എന്ന് അയാൾ മനസ്സിലാക്കിയിരുന്നു. അച്ഛന് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല മോനെ, പുസ്തകം നോക്കിയിട്ട് പറഞ്ഞു തരാം. സംശയം തീർക്കാൻ പുസ്തകങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. എങ്കിലും ആരോടൊക്കെയോ ചോദിച്ച് മനസ്സിലാക്കി രാജൻ പറഞ്ഞു കൊടുത്തു, ആഗ്ര എന്ന സ്ഥലത്താണ് താജ്മഹൽ. അച്ഛാ, എനിക്ക് താജ്മഹൽ കാണണം. ഞങ്ങളെ ഒരു ദിവസം അവിടെ കൊണ്ടുപോകാമോ? രാജൻ വളരെ നേരം ആലോചിച്ചു. ഇന്ത്യയുടെ ഏതോ ഒരറ്റത്താണ് ആഗ്ര. അവിടെ വരെ പോകാൻ ആയിരക്കണക്കിന് രൂപ വേണം. ഹിന്ദി അറിയണം. തീവണ്ടിയിലൊക്കെ യാത്ര ചെയ്തുള്ള പരിചയവും വേണം. വെള്ളത്തൂവൽ പോലൊരു ഗ്രാമത്തിൽ നിന്ന് ഒരാൾക്ക് ഒരിക്കലും താജ്മഹൽ കാണാൻ പോകാൻ കഴിയുകയില്ലെന്ന് അയാൾക്ക് തോന്നി. എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നാൻ കാരണം എന്തായിരുന്നു? കാരണം കുട്ടി ആഗ്രഹം പറയാം, കുട്ടി നാളെ തന്നെ കൊണ്ടുപോകുമെന്നല്ല ചോദിച്ചത്, ഞങ്ങളൊന്ന് താജ്മഹൽ കാണിക്കാൻ കൊണ്ടുപോകുമോ അല്ലെ എന്നാണ് ചോദിക്കുന്നത് അല്ലേ. അപ്പൊ അച്ഛൻ എന്താണ്, കൊണ്ടുപോകാന്ന് ഉത്തരം കൊടുത്തോ? അച്ഛൻ ആലോചിക്കുകയാണല്ലേ. അച്ഛൻ ആലോചിക്കാൻ കാരണമുണ്ട്. എന്താണ് കാരണം? അതായത് ഒരുപാട് ദൂരമാണ്, ഈ ഗ്രാമത്തിൽ നിന്ന് ഒരുപാട് ദൂരെയുള്ള ആഗ്രയിൽ പോകണമെങ്കിൽ ഒരുപാട് രൂപ വേണം. അതില്ല. പിന്നെ എന്താ അറിഞ്ഞിരിക്കണം, ഹിന്ദി അറിയണം. അതും ആർക്കും അറിയില്ല. പിന്നെന്താണ്, തീവണ്ടിയിലൊക്കെ, അതായത് ട്രെയിനിലൊക്കെ പോയിട്ട് ഒരു യാത്ര ചെയ്തുള്ള ഒരു പരിചയം വേണം അല്ലെ. ഇവരാരും, അപ്പൊ ഇവിടെ എന്താ അത് എടുത്തു പറയുന്നുണ്ട്, തീവണ്ടിയിലൊക്കെ യാത്ര ചെയ്തുള്ള പരിചയം വേണം. അപ്പൊ ചിലപ്പോൾ ഇതുവരെ തീവണ്ടിയിൽ യാത്ര ചെയ്തിട്ടുണ്ടാവില്ല അല്ലെ. അപ്പൊ ഇതെല്ലാം ഒരു കാരണമാണ്. ഇങ്ങനെയാണ് അങ്ങോട്ട്. അപ്പൊ രാജൻ കരുതിയിട്ടുള്ളത് എന്താണ്, ഇതുപോലൊരു വെള്ളത്തൂവൽ പോലൊരു ഗ്രാമത്തിൽ നിന്ന് ഒരാൾക്കും ഒരിക്കലും താജ്മഹൽ കാണാൻ കഴിയില്ലെന്നാണ് ഇതെല്ലാം ചിന്തിച്ചപ്പോൾ രാജന് തോന്നിയത് കേട്ടോ. അപ്പൊ ഇടുക്കി ജില്ലയിലെ മനോഹരമായ ഒരു ഗ്രാമമാണ് വെള്ളത്തൂവൽ. ചുറ്റും ധാരാളം പച്ചമലകൾ, തലപൊക്കി മനോഹരമായ ഒരു താഴ്വരയിലാണ് ആ പ്രദേശം. റബ്ബറും തെങ്ങും കമുങ്ങും നെല്ലുമായിരുന്നു മിക്കവരുടെയും കൃഷി. ചിലരൊക്കെ ഏലവും കുരുമുളകും ഗ്രാമ്പുവും നട്ടുണ്ടാക്കി. അങ്ങനെ കൃഷി ചെയ്യുന്നവരുടെ സ്ഥലങ്ങളിൽ ജോലി എടുക്കാനും ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. അത്തരത്തിൽ കൂലിപ്പണി ചെയ്ത് കുടുംബം പുലർത്തിയിരുന്ന സാധാരണക്കാരനായിരുന്നു രാജൻ. അപ്പൊ രാജനെ കുറിച്ചാണ് ഇവിടെ ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത് അല്ലെ. അതേപോലെ തന്നെ വെള്ളത്തൂവൽ ഗ്രാമത്തെ കുറിച്ചുമാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇവിടെ തൊട്ടിട്ട് പറയുന്നത് എന്താണ്, രാജനെ കുറിച്ചും വെള്ളത്തൂവൽ ഗ്രാമത്തെ കുറിച്ചും നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് ആ ഗ്രാമം ഉള്ളത്, രാജൻ എങ്ങനെയാണ്, രാജന്റെ ജോലി എന്താന്നൊക്കെ പറഞ്ഞു. രാജൻ സാധാരണ, അതായത് ദിവസം കൂലിക്ക് പോകുന്ന സാധാരണ ഒരു ആളാണ് രാജൻ എന്ന് പറയുന്നത്. അപ്പൊ അയാൾക്ക് ഇത്രയും കാര്യം ആഗ്രയിൽ പോയി താജ്മഹൽ കാണിക്കുക എന്നൊക്കെ പറയുന്നത് വലിയൊരു കാര്യമാണ്. അത് പ്രധാനമായിട്ട് ഇവിടെ പ്രശ്നം സാമ്പത്തികം തന്നെയാണ് അല്ലെ. അപ്പൊ അച്ഛനിൽ നിന്ന് മറുപടി കിട്ടാതെ വന്നപ്പോൾ അഖിൽ പിന്നെയും ചോദിച്ചു. അപ്പൊ അച്ഛൻ ആലോചിച്ചിങ്ങനെ നിൽക്കുകയാണേ. അടുത്ത വെക്കേഷന് അച്ഛൻ ഞങ്ങളെ താജ്മഹൽ കാണിക്കാൻ കൊണ്ടുപോകുമോ? അപ്പൊ അവൻ സമയവും പറഞ്ഞു അല്ലെ, എപ്പൊ കൊണ്ടുപോകണം. ആദ്യം പറഞ്ഞത് കൊണ്ടുപോകുമെന്ന് മാത്രമേ ചോദിച്ചുള്ളൂ, സമയമോ ഡേറ്റ് ഒന്നും പറഞ്ഞില്ല. പിന്നെ അവൻ പറഞ്ഞു ഞങ്ങളെ വെക്കേഷൻ സമയത്ത് താജ്മഹൽ കാണിക്കാൻ കൊണ്ടുപോകുമെന്ന് ചോദിച്ചു. അവനെ സമാധാനിപ്പിക്കാനായി രാജൻ പറഞ്ഞു, നന്നായി പഠിച്ച വേനൽ പൂട്ടിന് നമ്മൾ താജ്മഹൽ കാണാൻ പോകും. അമ്മ കൂടി ഉറപ്പ് പറയുമ്പോഴാണല്ലോ കുട്ടികൾക്ക് ശരിക്കും ഒരു സന്തോഷം ഉണ്ടാവുക. അഖിൽ അമ്മയോട് ചോദിച്ചു. അപ്പൊ എന്താ പറയുന്നത്, വേനൽ പൂട്ട് പറഞ്ഞാൽ നമ്മൾ വേനൽ സമയത്തുള്ള ആ വെക്കേഷൻ, 2 മാസത്തെ വെക്കേഷൻ
ആണ് പറയുന്നത്. അപ്പോൾ അടുത്ത മാസത്തെ വെക്കേഷൻ അതായത് വേനൽപ്പൂട്ടിന് നമുക്ക് താജ്മഹൽ കൊണ്ടുപോകാന്ന്, താജ്മഹൽ കാണാൻ പോവാന്ന് അച്ഛൻ പറയുകയാണ് ചെയ്യുന്നത്. കാരണം കുട്ടികൾ അഖിൽ വിഷമിക്കേണ്ടെന്ന് കരുതിയിട്ട് കേട്ടോ, മോൻ വിഷമിക്കേണ്ടെന്ന് കരുതിയിട്ട് അച്ഛൻ അങ്ങനെ പറഞ്ഞു. പക്ഷെ അച്ഛൻ പറഞ്ഞാലും എന്താണ്, എല്ലാ കുട്ടികൾക്കും ഒരു ഉറപ്പ് കിട്ടണമെങ്കിൽ ആര് കൂടെ പറയണം, അമ്മ കൂടെ പറയണം അല്ലേ. ഇനിയിപ്പോൾ അമ്മയാണ് പറയണതെങ്കിലോ അതൊന്ന് ഉറപ്പിക്കൽ അച്ഛനോട് കൂടെ ഒന്ന് ചോദിക്കും അല്ലേ. അപ്പോൾ അതേപോലെ തന്നെയാണ് അഖിൽ അച്ഛൻ ഉറപ്പ് പറഞ്ഞപ്പോൾ അമ്മയോട് കൂടെ ഒന്ന് ചോദിച്ച് ഉറപ്പ് വരുത്തുകയാണ് കേട്ടോ. അപ്പോൾ എന്നാൽ മാത്രമേ അമ്മയും കൂടെ ഉറപ്പ് പറഞ്ഞാലേ കുട്ടികൾക്ക് സന്തോഷമാകുള്ളൂ. അപ്പോൾ അങ്ങനെ ആ കുട്ടി എന്ത് ചെയ്യണം, അഖിൽ അമ്മയോട് ചോദിക്കാനായിട്ട് പോയി. അമ്മയോട് ചോദിക്കുകയാണ്, അച്ഛൻ കൊണ്ടുപോകുമോ അമ്മേ? അവർക്ക് കൃത്യമായ ഉത്തരം ഉണ്ടായിരുന്നില്ല. എങ്കിലും മകനെ സമാധാനിപ്പിക്കാനായി അവർ പറഞ്ഞു, അച്ഛൻ പറഞ്ഞെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യും, സ്കൂൾ അടയ്ക്കട്ടെ. അപ്പൊ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മയ്ക്കും കൃത്യമായിട്ട് ഉത്തരം ഉണ്ടായിരുന്നില്ല അല്ലെ. കാരണം അമ്മയ്ക്ക് അവിടുത്തെ സ്ഥിതി അറിയണത് കൊണ്ട് അമ്മ ഒന്നും ചെയ്യുന്നില്ല, ഉത്തരം പറയുന്നില്ല. പിന്നെ എന്ത് ചെയ്യണം, അവർ മകനെ സമാധാനിപ്പിക്കാനായിട്ട് പറയുകയാണ്, അച്ഛൻ പറഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് സ്കൂൾ അടയ്ക്കട്ടെ, അപ്പോൾ തീർച്ചയായിട്ടും ചെയ്യുന്നു അമ്മയും പറയുകയാണ്. അങ്ങനെ അഖിലിന് വളരെയധികം സന്തോഷമായി. അഖിലിന് സന്തോഷമായി. അവൻ താജ്മഹലിനെ സ്വപ്നം കാണാൻ തുടങ്ങി. കിട്ടാവുന്നിടത്തുനിന്നെല്ലാം താജ്മഹലിന്റെ ചിത്രങ്ങൾ സമ്പാദിച്ചു. ഷാജഹാന്റെയും ഭാര്യ മുംതാസ് മഹലിന്റെയും കഥകൾ അവൻ ശേഖരിക്കുകയും സ്കൂൾ വിട്ടുവന്ന അമ്മയോടും അനിയത്തിയോടും അതൊക്കെ വർണ്ണിച്ചു പറയുകയും ചെയ്തു. വേനൽ അവധിക്ക് വിനോദയാത്ര പോകുന്ന കാര്യം സ്കൂളിലെ കൂട്ടുകാരോട് പറയാനും അഖിൽ മറന്നില്ല. ഞങ്ങള് താജ്മഹൽ കാണാൻ പോകൂലോ. കൂട്ടുകാരിൽ ചിലർ അത് വിശ്വസിച്ചു, കുറെ പേര് അവിശ്വസിക്കുകയും ചെയ്തു. ദിവസങ്ങൾ ഓടിപ്പോയി. അങ്ങനെ മാർച്ച് അവസാനമായി സ്കൂൾ അടച്ചു. അപ്പൊ അഖിലിന് എന്താണ്, അമ്മയും കൂടെ ഉറപ്പ് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമായി അല്ലേ. അങ്ങനെ അവന് ആ സന്തോഷത്തിൽ അവന് പിന്നെ താജ്മഹൽ സ്വപ്നം കാണാൻ തുടങ്ങി. അങ്ങനെ താജ്മഹലിലെ ചിത്രങ്ങളും അതേപോലെ തന്നെ ഷാജഹാന്റെ ഭാര്യ മുംതാസിന്റെ കഥകളൊക്കെ അവൻ ശേഖരിക്കാൻ തുടങ്ങി. അതെല്ലാം എന്ത് ചെയ്യാൻ തുടങ്ങി, സ്കൂൾ വിട്ടു വന്ന് അമ്മയോടും അനിയത്തിയോടൊക്കെ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഫുൾ സമയം എന്തായി മനസ്സിൽ ചിന്ത, താജ്മഹൽ മാത്രമായി അവന്റെ ചിന്ത അല്ലെ. അങ്ങനെ വേനൽ അവധിക്ക് വിനോദയാത്ര ഞങ്ങൾ പോകുന്ന കാര്യം അവൻ എന്ത് ചെയ്തു, വീട്ടിലും വീട്ടിലിങ്ങനെ ഒരു വേനൽ അവധിക്ക് ഒരു ടൂർ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും എന്ത് ചെയ്യും, അത് സ്കൂളിൽ പോയിട്ട് ഫ്രണ്ട്സിൻ്റെ അടുത്ത് സ്കൂളിൽ ക്ലാസ്മേറ്റ്സിൻ്റെ അടുത്തൊക്കെ ഷെയർ ചെയ്യില്ലേ, ക്ലാസ്സിലെ കുട്ടികളുടെ അടുത്തൊക്കെ. അപ്പൊ അതേപോലെ തന്നെ അഖിലും എന്ത് ചെയ്തു, ഞങ്ങൾ താജ്മഹൽ കാണാൻ പോകും, വേനൽ അവധിക്ക് ഞങ്ങൾ താജ്മഹൽ കാണാൻ പോകുന്നുള്ള കാര്യമൊക്കെ സ്കൂളിൽ പോയി കൂട്ടുകാരുടെ അടുത്തൊക്കെ പറഞ്ഞു. അത് കുറെ പേരൊക്കെ വിശ്വസിച്ചു, കുറെ പേരൊക്കെ അവിശ്വസിക്കുകയും ചെയ്തു. വിശ്വസിക്കാതിരിക്കുകയും ചെയ്തു. അങ്ങനെ ദിവസങ്ങളൊക്കെ കഴിഞ്ഞു പോയി. മാർച്ച് മാസം എക്സാം ഒക്കെ കഴിഞ്ഞ് സ്കൂൾ അടച്ചു. അങ്ങനെ അടുത്ത ദിവസം പിറ്റേ ദിവസം രാവിലെ അഖിൽ അച്ഛനോട് ചോദിച്ചു, സ്കൂൾ അടച്ചു കേട്ടോ, എപ്പോഴാ അച്ഛാ നമ്മൾ താജ്മഹൽ കാണാൻ പോകുന്നത്? രാജൻ ഞെട്ടിപ്പോയി. ഇത്രയും കാലം കൊണ്ട് അവൻ അക്കാര്യം മറന്നിട്ടുണ്ടാവും എന്നാണ് സാധുവായ ഏതൊരു പിതാവിനെയും പോലെ രാജനും വിചാരിച്ചിരുന്നത്. വാസ്തവത്തിൽ മക്കളോട് വാക്കു പറഞ്ഞത് രാജൻ ഇടയ്ക്കിടെ ഓർമ്മിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഒരു കൂലിവേലക്കാരന്റെ സ്വപ്നത്തിൽ പോലും താങ്ങാനാവാത്തതായിരുന്നു താജ്മഹൽ യാത്ര. ഉള്ളത് തുറന്നു പറയുകയാണെങ്കിൽ നല്ലതെന്ന് അയാൾക്ക് തോന്നി. മോനെ, അവിടെ വരെ പോയി വരാൻ ഒരുപാട് കാശ് വേണം. ഇക്കൊല്ലം നമുക്കതിന് കഴിയുമോ എന്ന് അറിയില്ല. അടുത്ത വർഷം എന്തായാലും. അഖിൽ മറുത്തൊന്നും പറഞ്ഞില്ല. അച്ഛന്റെ കയ്യിൽ കാശില്ല, കാശുണ്ടെങ്കിൽ യാത്ര പോകുമായിരുന്നു. അങ്ങനെ അച്ഛൻ എന്താ വിചാരിച്ചത് ശരിക്കും പറഞ്ഞാൽ, അപ്പോൾ അവനെ സമാധാനിപ്പിച്ച് വിട്ടിരുന്നെങ്കിൽ അവൻ അത് പിന്നെ ദിവസങ്ങൾ കഴിയുന്തോറും പതിയെ അത് മറക്കും എന്നാണ് കരുതിയത്. പക്ഷെ അവൻ കറക്റ്റായിട്ട് വീണ്ടും വേനൽ അവധിക്ക് എപ്പോഴാ അച്ഛൻ നമ്മൾ പോകുന്നത് ചോദിച്ചപ്പോൾ അഖിൽ ചോദിച്ചത് രാജ ശരിക്കും ഒന്ന് ഞെട്ടിപ്പോയി അല്ലേ. കാരണം ഇത്രയും മാസമായി, അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും അഖിൽ മറന്നിട്ടുണ്ടാവുമെന്നായിരുന്നു അച്ഛൻ കരുതിയിരുന്നത്. പക്ഷെ അവനത് മറന്നിട്ടില്ലായിരുന്നു അല്ലേ. അപ്പൊ അച്ഛൻ കാര്യം എന്താണെന്നും അഖിലിനോട് തുറന്ന് പറയാണ്, നമുക്ക് അത്ര ദൂരം പോകാനൊന്നും പറ്റില്ല, കാരണം അതിൽ കാശ് വേണം ഇക്കൊല്ലം. അപ്പൊ ഒരിക്കലും പോകാൻ പറ്റില്ല എന്നല്ല രാജൻ പറയുന്നത്. എന്താ പറയുന്നത്, ഇക്കൊല്ലം പോകാൻ പറ്റില്ല, നമുക്ക് അടുത്ത കൊല്ലം നോക്കാം എന്നാണ് അഖിലിനോട് പറയണത് അല്ലേ. പക്ഷെ അഖിലിന് കാര്യം മനസ്സിലായി. അഖിൽ വേറെ ഒന്നും വാശി പിടിക്കുകയൊന്നും ചില കുട്ടികൾ ചെയ്യുന്ന പോലെ ഇല്ല എനിക്ക് ഇപ്പൊ തന്നെ പോണെന്ന് പറഞ്ഞിട്ട് വാശിയൊന്നും പിടിച്ചില്ല കേട്ടോ. അഖിലിന് മനസ്സിലായി. അഖിൽ എന്താ പറയണ, അതൊന്നും പറഞ്ഞില്ല. അച്ഛന്റെ കയ്യിൽ കാശില്ല അല്ലേ, കാശുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും യാത്ര പോകുമായിരുന്നു എന്ന് അഖിലിന് മനസ്സിലായി. ചിലപ്പോൾ നാട്ടിൽ പണികൾ വല്ലാതെ കുറയും, അപ്പോൾ വലിയ കഷ്ടമാവും. അച്ഛനും അമ്മയും അതൊക്കെ സങ്കടത്തോടെ പറയാറുണ്ട്. അഖിലും അമ്മുവും അതെല്ലാം കേൾക്കുന്നതാണ്. യാത്ര അടുത്ത കൊല്ലമാവാം അവർ കരുതി. അഖിലും അമ്മുവും താജ്മഹലിനെ കുറിച്ച് ഒരുപാട് വിവരങ്ങളും ധാരാളം ചിത്രങ്ങളും ശേഖരിച്ചിരുന്നു. ഇരുവരും ചേർന്ന് മനോഹരമായ ഒരു ആൽബം ഉണ്ടാക്കി. രാജനും ഭാര്യയും സങ്കടത്തോടെ അത് നോക്കി.
താജ്മഹൽ കാണാൻ അവർക്കും വലിയ മോഹം തോന്നി തുടങ്ങിയിരുന്നു. അങ്ങനെ എന്താ പറഞ്ഞ അഖിൽ കാര്യം മനസ്സിലായില്ലേ? അഖിൽ എന്താ പറയണത്? അപ്പൊ അവൻ ചിന്തിക്കുകയാണ് അല്ലേ, ചില സമയങ്ങളിലൊക്കെ നാട്ടിൽ ഭയങ്കര പണി കുറയാറുണ്ട്, അപ്പൊ ഒരുപാട് കഷ്ടപ്പെടാറുണ്ട് അച്ഛനും അമ്മയൊക്കെ. ആ കാര്യം അവർ സംസാരിക്കണത് ഇവർ കേൾക്കാറുണ്ട് അല്ലേ, അഖിലും അമ്മയൊക്കെ കേൾക്കാറുണ്ട്. അപ്പൊ അച്ഛന്റെ ബുദ്ധിമുട്ട് കുട്ടികൾക്ക് മനസ്സിലായി, അഖിലിനും മനസ്സിലായി അല്ലേ. അങ്ങനെ ശരി, യാത്ര എന്ത് ചെയ്യാം, താജ്മഹൽ കാണാൻ പോകുന്ന യാത്ര അടുത്ത കൊല്ലാക്കാൻ അവരും കരുതി. അങ്ങനെ എന്ത് സംഭവിക്കുകയാണ്, അഖിലും അമ്മുവും എന്ത് ചെയ്തു, അതിനു മുമ്പായിട്ട് ഒരുപാട് താജ്മഹലിനെ കുറിച്ച് ഒരുപാട് ചിത്രങ്ങളും വിവരങ്ങളൊക്കെ ശേഖരിച്ചിരുന്നു അല്ലേ. അതൊക്കെ എന്ത് ചെയ്യാണ്, അത് ആ ചിത്രങ്ങളും വിവരങ്ങളൊക്കെ എന്ത് ചെയ്തു, അവർ ചേർന്നിട്ട് ഒരു ആൽബം ഉണ്ടാക്കി. അതായത് രാജനും ഭാര്യയും സങ്കടത്തോടെ അത് നോക്കി. അത് ആ ആൽബം ഉണ്ടാക്കിയത് രാജനും ഭാര്യയും സങ്കടത്തോടെ നോക്കുകയാണ് കേട്ടോ. താജ്മഹൽ കാണാൻ അവർക്കും അതിനുള്ളിൽ തന്നെ എന്ത് സംഭവിക്കണം, ഒരുപാട് ആഗ്രഹം തോന്നുകയാണ്. കാരണം ഈ കുട്ടികൾ ഇവർ പറയുന്നത് കേട്ട് കേട്ട് താജ്മഹൽ കാണാൻ പോകാൻ അവർക്കും ഒരു ആഗ്രഹം തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒടുക്കം രാജൻ കുട്ടികളോട് പറഞ്ഞു, അച്ഛനും അമ്മയ്ക്കും ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങളെ ഇത്രയും വലിയ ഒരു യാത്രയ്ക്ക് കൊണ്ടുപോകാനൊന്നും കഴിയില്ല. അതിനാൽ അഖിലും അമ്മുവും വാശി പിടിച്ച് കരഞ്ഞില്ല. എങ്കിലും രണ്ടുപേർക്കും ഉള്ളിൽ നല്ല വേദനയുണ്ടായിരുന്നു. മക്കളുടെ വേദന രാജന് മനസ്സിലായി. മക്കളെ കൂട്ടി ഏതെങ്കിലും ഒരിടത്ത് എത്രയും പെട്ടെന്ന് ഒരു യാത്ര പോകുന്നതിനെ കുറിച്ച് അയാൾ ആലോചിച്ചു കൊണ്ടിരുന്നു. അപ്പൊ അവരെന്ത് ചെയ്തു, വാശി പിടിച്ച് കരയോ ഒന്നും ചെയ്തില്ല. അവരെന്താ ചെയ്യണത്, വാശി പിടിച്ച് കരഞ്ഞോ, ഇല്ല എനിക്ക് ഞങ്ങൾക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ച് കരയൊന്നും ചെയ്തില്ല. അപ്പൊ അവരിങ്ങനെ പക്ഷെ ആ സങ്കടം എന്താണ് അവർക്ക് മനസ്സിലായി. ആർക്ക് മനസ്സിലായി, അച്ഛനും അമ്മയ്ക്കും മനസ്സിലായി, കുട്ടികളുടെ സങ്കടം മനസ്സിലായി. അപ്പൊ അവരെന്ത് ചെയ്യാണ്, എങ്ങോട്ടെങ്കിലും, അതായത് ഈ വേനലവധിക്ക് എങ്ങോട്ടെങ്കിലും ഒരു യാത്ര കുട്ടികളെ കൊണ്ടുപോകണമെന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ അവരത് ആലോചിക്കുകയാണ്, എങ്ങോട്ടാണ് ഇപ്പൊ യാത്ര പോവാന്നുള്ളത് ആലോചിക്കുകയാണ് അല്ലെ. ഒരു ദിവസം രാജൻ മക്കളോട് പറഞ്ഞു, അച്ഛൻ നിങ്ങൾക്ക് നമ്മുടെ ജില്ലയിലെ താജ്മഹൽ കാണിച്ചു തരാൻ പോകുന്നു. നമ്മുടെ ജില്ലയിലെ താജ്മഹലോ? അവർ അത്ഭുതപ്പെട്ടു. രാജന്റെ ചുണ്ടിൽ ഒരു ചിരി വിടർന്നു. പിറ്റേന്ന് അവർ പുറപ്പെട്ടു. വെള്ളത്തൂവലിൽ നിന്ന് ബസ് കയറി 2-3 ബസ്സുകൾ മാറി മാറി ഒരു ചെറിയ പട്ടണത്തിലെത്തി. കുട്ടികൾ ചുറ്റും നോക്കി. കുറച്ചു മാത്രം കടകളും ആളുകളും ഉള്ള ഒരു ചെറിയ കവല. അമ്മയുടെ മുഖത്ത് ഒരു ചെറിയ മന്ദഹാസം വിരിയുന്നത് അവർ കണ്ടു. രാജൻ അവരുടെ കൈ പിടിച്ചു കുറച്ചു ദൂരം നടന്നിട്ട് കൈ ചൂണ്ടി. നോക്കൂ, ഇതാണ് നമ്മുടെ ജില്ലയിലെ താജ്മഹൽ. കുട്ടികൾ വിസ്മയിച്ചു പോയി. അവരുടെ മുന്നിൽ ഇടുക്കി അണക്കെട്ട് ആകാശത്തെ തല ഉയർത്തി നിൽക്കുകയായിരുന്നു. അപ്പൊ അച്ഛൻ എന്താ പറഞ്ഞ, കുട്ടികളെ ഒരു ദിവസം അപ്പൊ എന്ത് പറഞ്ഞു, അച്ഛൻ നിങ്ങൾ എന്ത് ചെയ്യാം, നമ്മുടെ ജില്ല പറഞ്ഞത് ഏതായിരുന്നു, ഇടുക്കി എന്ന് പറഞ്ഞു അല്ലെ. നമ്മള് ഇടുക്കിയിൽ നമ്മുടെ ജില്ലയിലെ താജ്മഹൽ കാണിച്ചു തരാൻ പോകുന്നു എന്ന് പറഞ്ഞു. അപ്പൊ കുട്ടികൾ ചോദിക്കുകയാണ്, നമ്മുടെ ജില്ലയിലെ താജ്മഹൽ, അവർ ഇതുവരെ കേട്ടിട്ടേ ഇല്ല അല്ലെ. അപ്പൊ രാജൻ ചിരിച്ചു. എന്നിട്ട് അവർ അടുത്ത ദിവസം എന്ത് ചെയ്യണം, വെള്ളത്തൂവലിന് ഗ്രാമത്തിൽ നിന്ന് ഒരു ബസ് കയറി 2-3 ബസ്സുകൾ അങ്ങനെ മാറി മാറി കയറി ഒരു പട്ടണത്തിലെത്തി. അവിടെ എന്താണ്, കുട്ടികൾ ചുറ്റും നോക്കുമ്പോൾ കുറച്ചു മാത്രം കടകളും ആളുകളും ചെറിയൊരു കവല കേട്ടോ. അപ്പൊ അപ്പോഴും അമ്മയുടെ മുഖത്ത് ചെറിയൊരു മന്ദഹാസം ഉണ്ട് അല്ലെ. മന്ദഹാസം എന്ന് വെച്ചാൽ പുഞ്ചിരി, ഒരു ചിരി ട്ടോ. അപ്പൊ രാജൻ ആ കുട്ടികളെ കൈ പിടിച്ചിട്ട് കുറച്ചു ദൂരം മുന്നോട്ട് പോയിട്ട് ചൂണ്ടിക്കാണിക്കുകയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ജില്ലയിലെ താജ്മഹൽ, ഇവിടെ ചൂണ്ടിക്കാണിച്ചു. അപ്പൊ കുട്ടികൾ വളരെ അത്ഭുതത്തോടു കൂടി നോക്കുമ്പോൾ എന്താ കാണുന്നത്, അവരുടെ മുന്നിൽ എന്താ കാണുന്നത്, അതെ, ആകാശത്തേക്ക് തല ഉയർത്തി നിൽക്കുക എന്ന് വെച്ചാൽ ഇത്രയും വലിയ ഇടുക്കി അണക്കെട്ട് അവർ കാണുകയാണ് അല്ലെ. അപ്പൊ ഇടുക്കി അണക്കെട്ടിനെയാണ് ഇടുക്കിയുടെ താജ്മഹൽ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായി. അതായത് ഇവിടെ അച്ഛൻ പറയുന്നത് ഇടുക്കി നമ്മുടെ ജില്ലയിലെ താജ്മഹൽ എന്ന് പറഞ്ഞത് എന്തിനെയായിരുന്നു, ഇടുക്കിയിലെ അണക്കെട്ട് അല്ലെ, ഇടുക്കിയിലെ ഡാം ആയിരുന്നു, അണക്കെട്ട് വെച്ച ഡാം. അമ്മ, ഇത് ഇടുക്കി അണക്കെട്ടല്ലേ? അമ്മ പുഞ്ചിരി തൂകി. അഖിൽ അങ്ങോട്ട് ഓടാൻ ആഞ്ഞു. രാജൻ അവനെ പിടിച്ചു നിർത്തി. അവർ നടന്ന അണക്കെട്ടിന്റെ മുകൾ ഭാഗത്തെത്തി. പാറ വെട്ടിയുണ്ടാക്കിയ ഒരു പാതയാണ് അവരെ അവിടേക്ക് നയിച്ചത്. പാറയിൽ നിന്ന് ഉറവ വെള്ളം ഒഴുകുന്നുണ്ട്. നല്ല തണുപ്പുള്ള ചില്ലുവെള്ളം. വിസ്മയിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു അത്. 2 കരിമ്പാറ മലകൾക്കിടയിൽ നദിയെ തടഞ്ഞു നിർത്തുന്ന വമ്പൻ ഭിത്തി. ശാപം മൂലം കരിമ്പാറ മലകളായി ഉറഞ്ഞുപോയ ആദിമ നിവാസികളായ കുറത്തിയും കുറവനും ആണത്രേ അത്. അപ്പോൾ ഇവർക്ക് വലിയ സന്തോഷമായില്ലേ, ഇവർ ആദ്യമായിട്ടാണ് ഇടുക്കി അണക്കെട്ട് കുട്ടികൾ കാണുന്നത്. അപ്പൊ അവരെന്ത് ചെയ്യും, അഖിൽ അങ്ങോട്ട് ഓടാൻ പോവാണ്. അത് അടുത്തോട്ട് അണക്കെട്ടിന്റെ അടുത്തോട്ട് ഓടാനായിട്ട് പോയ സമയത്ത് രാജൻ അവരെ പിടിച്ചു നിർത്തിയില്ലേ. എന്ത് ചെയ്തു, എല്ലാ അണക്കെട്ടിന്റെ മുകൾ ഭാഗത്തേക്കായിട്ട് അവരെല്ലാരും കൂടെ പോയി. അപ്പൊ എന്താണ്, വെള്ളത്തെ കുറിച്ച് പറഞ്ഞില്ലേ, നല്ല തണുപ്പുള്ള ചില്ല് വെള്ളം, നല്ല തണുപ്പുള്ള വെള്ളമായിരുന്നു അല്ലെ. അങ്ങനെ നല്ല വിസ്മയിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു അത് അവർക്ക്. എങ്ങനെയായിരുന്നു അണക്കെട്ട് ഉണ്ടായിരുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്.
രണ്ട് കരിമ്പാറ മലകൾക്കിടയിലാണ് നദിയെ തടഞ്ഞു നിർത്തിയിട്ട് വമ്പൻ ഭിത്തിയുള്ളത്. അപ്പൊ അതിന് പിന്നിലുള്ള ഒരു പഴയകാല ഒരു കഥയാണ്. എന്താണ് പറയുന്നത്? ശാപം മൂലം രണ്ട് പാറയായി മാറിയ ആദിമ നിവാസികളായിട്ടുള്ള ഒരു കുറവനും കുറത്തിയാണ് ആ മലകൾ എന്ന് അതൊരു പണ്ടുള്ളൊരു ചെറിയൊരു കഥയാണത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു കഥയുണ്ട് അതിന്റെ പിന്നില്. അഖിലൊന്ന് കൂക്കി വിളിച്ചു. അപ്പൊ അകലെ നിന്ന് മറുകൂക്ക് കേട്ടു. കുറവനും കുറത്തിയുമായിരിക്കും മറുകൂക്കിയിട്ടത്. അഖിലിന് അതോർത്തപ്പോൾ ചിരി വന്നു. അമ്മു ഒരു കുഞ്ഞി കൂവൽ കൂവി. അപ്പൊ നമ്മൾ മലമുകളിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യുന്ന ഒരു പതിവ് കാര്യമാണ് അല്ലെ, എന്ത്? കൂക്കി വിളിക്കുക. അപ്പൊ എന്ത് സംഭവിക്കും? ഓപ്പോസിറ്റിൽ നിന്ന് അതിന്റെ എന്ത് കേൾക്കും? പ്രതിഫലനം കേൾക്കും. അപ്പൊ ഇവിടെ അതേപോലെ സംഭവിച്ചു. അപ്പൊ അവൻ ചിന്തിക്കണോ, ചിലപ്പോൾ കുറവനും കുറത്തിയായിരിക്കില്ലേ. അപ്പൊ ഇത് കണ്ട് അമ്മു എന്ത് ചെയ്യാണ്? ചെറിയതായിട്ട് അമ്മു ഒന്ന് കൂക്കി നോക്കി. അണക്കെട്ടിന്റെ ഒരു വശം മുഴുവൻ നിറഞ്ഞു കിടക്കുകയാണ് നീലജലം. അകലെ മാനത്തെ നോക്കി കിടക്കുന്ന പച്ചമലകൾ, മുന്നിലായി വളഞ്ഞു കിടക്കുന്ന അണക്കെട്ടിന്റെ ചായം പൂശിയ ഭിത്തി. അതിനൊരു തോടിനേക്കാൾ വീതിയുണ്ട്. നടന്നിട്ടും തീരാത്ത നീളമായിരുന്നു. റാ പോലെ കിടന്ന അണക്കെട്ടിന്റെ ഭിത്തിക്ക് അഖിലിനും അമ്മുവിനും ഒരുപാട് സന്തോഷമായി. ഏറെ നേരത്തിനു ശേഷം ബസ് ഇറങ്ങിയ സ്ഥലത്തിനടുത്ത് അവർ തിരിച്ചെത്തി. കണ്ടു കഴിഞ്ഞില്ല, ഇനിയാണ് നമ്മൾ ശരിക്കും അണക്കെട്ടിനെ അറിയാൻ പോകുന്നത്. വരൂ. കുട്ടികൾ രാജന് പിന്നാലെ ഉത്സാഹത്തിൽ നടന്നു. തീരെ പ്രതീക്ഷിക്കാത്ത ഒരിടത്തേക്കായിരുന്നു രാജൻ അവരെ നയിച്ചത്. അത് കുറവൻ മലയുടെയും കുറത്തിമലയുടെയും ഇടയ്ക്കുള്ള അണക്കെട്ടിന്റെ ചുവട് ഭാഗമായിരുന്നു. അങ്ങനെ അവര് മുകൾ ഭാഗമൊക്കെ അങ്ങനെ കണ്ടു കഴിഞ്ഞ് സന്തോഷത്തോടു കൂടി തിരിച്ച് ബസ് സ്റ്റാൻഡിൽ വന്നു. അപ്പൊ അച്ഛൻ പറഞ്ഞു, ഇനിയും കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട് കാഴ്ചകൾ എന്ന് പറഞ്ഞിട്ട് വീണ്ടും കുട്ടികളെ കൂട്ടിയിട്ട് പോവുകയാണല്ലേ. എങ്ങോട്ടാ പോകുന്നത്? അണക്കെട്ടിന്റെ ചുവട് ഭാഗം, താഴെ ഭാഗത്തോട്ട് പോവുകയാണ് കേട്ടോ. രാജൻ ഭാര്യയെയും മക്കളെയും കൂട്ടി അങ്ങോട്ട് നടന്നു. അടുത്തെത്തും തോറും അണക്കെട്ടും ഇരുവശത്തുമുള്ള മലകളും വലുതായി അഖിലിനും അമ്മുവിനും തോന്നി. അച്ഛാ, അങ്ങോട്ട് ഇനി പോകണോ? അമ്മു സംശയം പ്രകടിപ്പിച്ചു. രാജൻ അമ്മുവിന്റെ കൈ പിടിച്ചു. അപ്പോൾ അവൾക്ക് ധൈര്യം വന്നു. അഖിലിന് പേടി ഉണ്ടായിരുന്നില്ല, മറിച്ച് വല്ലാത്ത ആവേശം ഉണ്ടായിരുന്നതാനും. അണക്കെട്ട് കെട്ടിപ്പൊക്കിയിരിക്കുന്ന മലകൾക്കിടയിലെ താഴ്വരയിലേക്ക് അവരെത്തി. ഒരു വല്ലാത്ത തണുപ്പുണ്ടായിരുന്നു അവിടെ. കുറവൻ മലയും കുറത്തിമലയും കാത്തുവയ്ക്കുന്ന അണക്കെട്ടിന്റെ യഥാർത്ഥ സൗന്ദര്യം അവരറിഞ്ഞത് താഴെ അണക്കെട്ടിനോട് ചേർന്ന് നിന്നപ്പോഴാണ്. എന്തൊരു ഉയരം! എത്രയെത്ര മനുഷ്യന്മാർ പണിയെടുത്തിട്ടുണ്ടാവും ഇത് കെട്ടിപ്പൊക്കാൻ. ശരിക്കും അത്ഭുതം തന്നെ. ആകൃതിയിൽ മുകളിലേക്ക് വളരുന്ന അണക്കെട്ടിന്റെ ഏറ്റവും ചുവട്ടിലായി സിമന്റ് ബെഞ്ചുകൾ ക്രമീകരിച്ചിരുന്നു. ചെറിയൊരു ജലാംശം അവരവിടെ കണ്ടു. അവർ ചെന്ന് അണക്കെട്ടിന്റെ ഭിത്തിയിൽ തൊട്ടു. അതോടെ ഉള്ളിൽ അവശേഷിച്ചിരുന്ന ഭീതിയും മാഞ്ഞുപോയി. ഭീതി എന്ന് വെച്ചാൽ പേടി കേട്ടോ. അണക്കെട്ട് അവർ 4 പേരെയും ചേർത്ത് പിടിക്കുന്ന പോലെ രാജനും മക്കൾക്കും തോന്നി. ഇനി മുകളിലേക്ക് നോക്കൂ. അണക്കെട്ടിന്റെ ഭിത്തിയിൽ പുറം ചാരി നിന്ന ശേഷം രാജൻ എല്ലാവരോടുമായി പറഞ്ഞു. അയാൾ ആദ്യം മുകളിലേക്ക് തലപൊക്കി നോക്കി, പിന്നെ മറ്റുള്ളവരും. 4 തൊണ്ടകളിൽ നിന്നും വിസ്മയ ശബ്ദം ഉയർന്നു. നീലാകാശത്തിനു താഴെ അണക്കെട്ട് ഒരു സർപ്പശിരസ് പോലെ അവർ 4 പേരുടെയും തലയ്ക്കുമീതെ മറ പിടിച്ചിരിക്കുകയായിരുന്നു. അതായത് ആ ഒരു അണക്കെട്ടിനെ വർണ്ണിക്കുകയാണ് ഇവിടെ പറയുന്നത്. ഇരുവശത്തേക്കും താഴെ നിന്നും മുകളിലേക്കും വളവുള്ള രീതിയിലാണല്ലോ അണക്കെട്ട് പണിതുയർത്തിയിരിക്കുന്നത്. അത് ശരിക്കും കാണാൻ അങ്ങനെ ഏറ്റവും ചുവട്ടിൽ പോയി നിൽക്കുക തന്നെ വേണം. അഖിലും അമ്മുവും കണ്ണുകൾ അടച്ചു. അണക്കെട്ട് കാലങ്ങളായി തടഞ്ഞു നിർത്തിയിരിക്കുന്ന വെള്ളത്തിന്റെ തണുപ്പ് ഭിത്തിയെ ഭേദിച്ച് അവരെ തേടിയെത്തി. അമ്മയെപ്പോലെ കാതുകളിൽ പ്രപഞ്ചത്തിന്റെ ഇരമ്പം അവരറിഞ്ഞു. അവർക്ക് ആദ്യം തോന്നിയിരുന്ന ഭയം ശരിക്കും മാറിപ്പോയി. അണക്കെട്ടമ്മേ, അഖിലാണ് ആദ്യം അങ്ങനെ വിളിച്ചത്. പിന്നെ ഏട്ടനെ അനുകരിച്ചുകൊണ്ട് അമ്മു. ഇതാണ് നമ്മുടെ നാട്ടിലെ, രാജൻ പറയാൻ തുടങ്ങി, താജ്മഹൽ. കുട്ടികൾ പൂരിപ്പിച്ചു. രാജനും ഭാര്യയും ചിരിച്ചു. അപ്പൊ ഇടുക്കിയുടെ താജ്മഹൽ എന്തായിരുന്നു? അണക്കെട്ട്. ഇടുക്കി അണക്കെട്ടിനെയാണ് അവിടെ പറയുന്നത്. ആരെഴുതിയ കഥയത്? സുസ്മേഷ് ചന്ദ്രോത്ത് കേട്ടോ. അതിന് നമുക്ക് എന്ത് ചെയ്യാം? അപ്പൊ കഥ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല കഥയായിരുന്നു അല്ലേ? ഒരു ചെറിയൊരു കുടുംബത്തിന്റെ ഇടുക്കി അണക്കെട്ട് കാണാൻ പോയ കഥയാണത്. നമുക്ക് ചോദ്യോത്തരങ്ങൾ നോക്കാം. ഫസ്റ്റ് ചോദ്യം എന്താന്ന് വെച്ചാൽ ഉറക്കെ വായിക്കാമാണ്. ഓരോരുത്തരും ഇഷ്ടപ്പെട്ട ഭാഗം ഉറക്കെ വായിക്കൂ. ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങളും പറയുക. നിങ്ങൾക്ക് ഈ കഥയിലെ ഏത് ഭാഗമാണോ ഇഷ്ടം ആ ഭാഗം വായിച്ചാൽ ആ ഭാഗം ഇഷ്ടപ്പെടാനുള്ള കാരണം കൂടെ ക്ലാസ്സിൽ പറയാനാണ് പറയുന്നത്. അടുത്തത് നെക്സ്റ്റ് ചോദ്യം യാത്രാനുഭവം എഴുതുന്നതാണ് കേട്ടോ. യാത്രകൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ ഒരുക്കങ്ങളും അനുഭവങ്ങളും കൂട്ടുകാരുമായി പങ്കുവെക്കൂ. ചെറിയൊരു യാത്രാനുഭവമാണിത്. കഴിഞ്ഞ അവധിക്കാലത്ത് ഞാൻ എൻ്റെ കൂട്ടുകാരുമായി മൂന്നാറിലേക്ക് ഒരു യാത്ര പോയി. യാത്രയുടെ ഒരുക്കങ്ങൾ രസകരമായിരുന്നു. ഞങ്ങൾ എല്ലാവരും ചേർന്ന് യാത്ര പോകേണ്ട സ്ഥലങ്ങൾ, താമസിക്കേണ്ട സ്ഥലം, കഴിക്കേണ്ട ഭക്ഷണം എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്തു. യാത്ര തുടങ്ങിയപ്പോൾ തന്നെ നല്ല തണുപ്പുള്ള കാലാവസ്ഥ ഞങ്ങളെ സ്വാഗതം ചെയ്തു.
തേയിലത്തോട്ടങ്ങൾക്കിടയിലുള്ള യാത്ര വളരെ മനോഹരമായിരുന്നു. ഞങ്ങൾ ടോപ്പ് സ്റ്റേഷൻ, എക്കോ പോയിന്റ്, മാട്ടുപ്പെട്ടി ഡാം തുടങ്ങിയ സ്ഥലങ്ങൾ സന്ദർശിച്ചു. ഓരോ സ്ഥലത്തിനും അതിൻ്റെതായ ഭംഗിയുണ്ടായിരുന്നു. യാത്രയിൽ ഞങ്ങൾ പുതിയ ആളുകളെ പരിചയപ്പെടുകയും അവരുടെ കഥകൾ കേൾക്കുകയും ചെയ്തു. മൂന്നാറിലെ തനതായ ഭക്ഷണം കഴിച്ചതും മറക്കാനാവാത്ത അനുഭവമാണ്. ഈ യാത്ര ഞങ്ങളുടെ സൗഹൃദം കൂടുതൽ ദൃഢമാക്കാൻ സഹായിച്ചു. ഈ യാത്ര എൻ്റെ ജീവിതത്തിലെ ഒരു നല്ല ഓർമ്മയായി എന്നും നിലനിൽക്കും. ചെറിയൊരു യാത്രാനുഭവമാണ്. അതുപോലെ യാത്രയ്ക്ക് മുന്നോടിയായിട്ട് എന്തൊക്കെ ഒരുക്കങ്ങൾ ചെയ്തു അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അടുത്ത നോക്കാം. നെക്സ്റ്റ്, വാക്കുകളുടെ ലോകം. പ്രകൃതി സൗന്ദര്യം, പ്രകൃതിയുടെ സൗന്ദര്യം. അതായത് ഇവിടെ എന്ത് ചെയ്യണം, വേർതിരിച്ച് എഴുതുകയാണ്. ഇപ്പൊ പ്രകൃതി സൗന്ദര്യം നമ്മൾ എഴുതിയിട്ട് അപ്പൊ അതിനെങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാം. പ്രകൃതിയുടെ സൗന്ദര്യം അല്ലെ, പദങ്ങൾ പിരിയുമ്പോൾ എങ്ങനെയാണ്, ചേരുമ്പോൾ എങ്ങനെയാണെന്നാണ് നമ്മൾ പറയുന്നത്. പ്രകൃതിയുടെ സൗന്ദര്യം എന്നുള്ളത് പിരിച്ചെഴുതുന്നതാണ്. ആ പിരിച്ചെഴുതുന്നത് ചേർത്തെഴുതുമ്പോഴാണ് പ്രകൃതി സൗന്ദര്യമായി മാറുന്നത്. അതുപോലെ കച്ചവടക്കാരുടെ സംഘം നമുക്ക് എങ്ങനെ എഴുതാം, കച്ചവട സംഘം. അപ്പൊ പദങ്ങൾ പിരിയുമ്പോഴും കൂട്ടിച്ചേരുമ്പോഴും മാറ്റങ്ങൾ നമ്മൾ കണ്ടു. ഈ പാഠത്തിൽ ഇങ്ങനെയുള്ള ധാരാളം വാക്കുകളുണ്ട്. അവ കണ്ടെത്തി മുകളിൽ കൊടുത്തതുപോലെ പിരിച്ചും ചേർത്തും എഴുതി വെക്കാനാണ് പറയുന്നത്. അപ്പൊ വേനൽ അവധി എങ്ങനെ എഴുതാം, വേനലിലെ അവധി. അടുത്തത് വിനോദയാത്ര, വിനോദത്തിനുള്ള യാത്ര. കൂലിവേല, കൂലിക്കായുള്ള വേല. നീലാകാശം, നീലയായുള്ള ആകാശം. കണ്ടോ, അപ്പൊ നമുക്ക് ഇങ്ങനെ ചേർത്ത് എഴുതുന്നതിന് ഇങ്ങനെ പിരിച്ചും എഴുതാൻ പറ്റും. സർപ്പശിരസ്, സർപ്പത്തിന്റെ ശിരസ്. നെക്സ്റ്റ് ചോദ്യം, പുഴകൾ, മലകൾ, പൂവനങ്ങൾ. ചുറ്റും ധാരാളം പച്ചമലകൾ തലപൊക്കിയ താഴ്വരയാണ് ആ പ്രദേശം. ഇതുപോലെ വാക്കുകൾ കൊണ്ട് വരച്ചിട്ട കാഴ്ചകൾ ഈ പാഠഭാഗത്തിലുടനീളമുണ്ട്. അവ കണ്ടെത്തി ഉറക്കെ വായിക്കൂ. സ്കൂൾ പരിസരത്തും വീടിനടുത്തുമുള്ള ചില കാഴ്ചകൾ ഇങ്ങനെ എഴുതാൻ ശ്രമിക്കൂ. അപ്പൊ നമുക്ക് എന്തൊക്കെ എഴുതാം, ഇടുക്കി അണക്കെട്ട് ആകാശത്തേക്ക് തല ഉയർത്തി നിൽക്കുകയായിരുന്നു. നീലാകാശത്തിന് താഴെ അണക്കെട്ട് ഒരു സർപ്പശിരസ് പോലെ അവർ 4 പേരെയും തലയ്ക്കുമീതെ മറ പിടിച്ചിരിക്കുന്നു. ഇതെല്ലാം എന്താണ്, നമ്മൾ വാക്കുകളാൽ വരച്ചിട്ട കാഴ്ചകൾ എന്ന് പാഠഭാഗത്തിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് അല്ലെ. അടുത്ത ചോദ്യം, പേരും പ്രവൃത്തിയും. രാജൻ വളരെ നേരം ആലോചിച്ചു. വേനൽ അവധിക്ക് വിദ്യാലയം അടയ്ക്കും. അമ്മ പുഞ്ചിരി തൂകുന്നു. പേരും, അതായത് ഒരു നാമം. ഇപ്പൊ രാജൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു പേരാണ് അല്ലെ. അഖില് എന്ന് പറയുന്നത് ഒരു പേരിനെയാണ് നമ്മൾ നാമം എന്ന് പറയാം. അല്ലെങ്കിൽ ഒരു സ്ഥലമാവാം. ഇവിടെ ഇടുക്കി എന്ന് പറയുന്നത് എന്താണ്, ഒരു നാമമാണ്. ചെയ്യുന്ന പ്രവൃത്തിയാണ് ക്രിയ എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യാണ് ഇവിടെ, ഇപ്പോ ആലോചിക്കുന്നത് ഒരു ക്രിയയാണ്. ഓക്കെ, അതുപോലെ എന്താണ്, പുഞ്ചിരി തൂകുന്നത് എന്താണ്, ഒരു ക്രിയയാണ്, പ്രവൃത്തിയാണ്. ഇവിടെ പേരിൽ നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും, വേറെ പാഠഭാഗം വായിച്ചിട്ട് ഈ പദസൂര്യൻ പേരും അതുപോലെ തന്നെ പ്രവൃത്തിയും കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. പേരിൽ നമ്മൾ ഇവിടെ രാജൻ എഴുതിയിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ എഴുതാം, അമ്മ, അഖിൽ, ഇടുക്കി, വെള്ളത്തൂവൽ, മുതിരപ്പുഴ, ഇതെല്ലാം പേരിൽ വരും. പ്രവൃത്തിയില് ചോദിച്ചു, പറഞ്ഞു, ചിരിച്ചു, വിളിച്ചു, സമ്പാദിച്ചു, ഓടിപ്പോയി, ഇതെല്ലാം പ്രവൃത്തിയിൽ വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. അടുത്ത ചോദ്യം, മുറ്റത്ത് മുല്ലയ്ക്ക് മണമില്ല. ഈ ചൊല്ലിന്റെ ആശയം എന്താണ്, ക്ലാസ്സിൽ ചർച്ച ചെയ്യുക. അമ്മുവിനും അഖിലിനും താജ്മഹൽ കാണാൻ കഴിഞ്ഞില്ല. ഏറെ ദൂരത്തേക്ക് പോകാനുള്ള പണവും സാഹചര്യവും ഇല്ലായിരുന്നു. എന്നാൽ സ്വന്തം നാട്ടിൽ ഹൃദ്യമായ അനുഭവമാണ് അവർക്ക് ലഭിച്ചത്. നിങ്ങളുടെ നാട്ടിലും ഇല്ലേ ഇതുപോലെ മനോഹരമായ പ്രദേശങ്ങൾ? മാതാപിതാക്കൾക്കോടൊപ്പം അവിടം സന്ദർശിച്ച് അനുഭവം ക്ലാസ്സിൽ പങ്കുവെക്കൂ. നോട്ട് പുസ്തകത്തിൽ എഴുതൂ. അപ്പൊ ആദ്യ ഭാഗത്ത് നമുക്ക് എന്താ പറയുക, ചൊല്ലിന്റെ ആശയം, മുറ്റത്ത് മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ അതിന്റെ ആശയം എന്താണ്, ഏറ്റവും അടുത്തുള്ളതിനൊന്നും വലിയ പ്രാധാന്യം നമ്മൾ കൊടുക്കാറില്ല എന്നാണ് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നതിന്റെ അർത്ഥം, അതിന്റെ ആശയം. ഓക്കെ, ഇവിടെ അമ്മൂന്റെ അഖിലിനെയും കാര്യം എടുക്കുകയാണെങ്കിൽ അത് ഇടുക്കിയിലെ കാഴ്ചകൾ കാണാൻ ആയിരുന്നില്ല ആഗ്രഹം, ദൂരെയുള്ള ആഗ്രയിലെ താജ്മഹൽ കാണാനായിരുന്നു ആഗ്രഹം. അതുപോലെ തന്നെയാണ് പലരും നമ്മുടെ അടുത്തുള്ള കാഴ്ചകളൊന്നും നമ്മൾ ശ്രദ്ധിക്കില്ല, അല്ലെങ്കിൽ അതൊന്നും കാണാൻ നമുക്ക് ഒരിക്കലും, നമ്മൾ ഒരു തവണ പോലും ചിലപ്പോൾ കണ്ടിട്ട് കൂടി ഉണ്ടാവില്ല, എങ്കിലും അതിനോടൊന്നും നമുക്ക് താല്പര്യം ഉണ്ടാവില്ല. വളരെ ദൂരെയുള്ള കാഴ്ചകൾ കാണാനായിരിക്കും നമുക്ക് ആഗ്രഹം അല്ലെ. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, ഏറ്റവും അടുത്തുള്ളതൊന്നും വലിയ പ്രാധാന്യം നമ്മൾ കൊടുക്കാറില്ല എന്നാണ് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നതിന്റെ അർത്ഥം. പാഠഭാഗത്തിൽ താജ്മഹൽ ഭംഗിയുള്ള നിർമ്മിതി തന്നെയാണ്. അടുത്തുള്ള ഇടുക്കി അണക്കെട്ട് കാണാൻ ആഗ്രഹം പ്രകടിപ്പിക്കാതെ ദൂരെയുള്ള താജ്മഹൽ കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുന്ന കുട്ടിയെയാണ് പാഠഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുക. വളരെ എളുപ്പത്തിൽ കിട്ടുന്ന സാധനങ്ങൾക്ക് വലിയ വില കൽപ്പിക്കാത്ത മനുഷ്യ സ്വഭാവത്തെയാണ് ഈ പഴഞ്ചൊല്ലിലൂടെ അർത്ഥമാക്കുന്നത്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കാശ്മീർ കാഴ്ചകൾ. മഞ്ഞിൻ തൊപ്പിയിട്ട മരത്തിന്റെ പച്ചയുടുപ്പിട്ട അരുവി കൊണ്ട് അരഞ്ഞാണമിട്ട പൂക്കളാൽ വിരിപ്പിട്ട കാശ്മീരെ, നിന്നെ ഞാൻ ഉമ്മ വെച്ചോട്ടെ.
ഒരു കൂട്ടുകാരി കാശ്മീർ കണ്ട ദിവസം എഴുതിയ ഡയറി കുറിപ്പിലെ വാക്യങ്ങളാണിത്. ഈ കുറിപ്പിൽ കാശ്മീരിന്റെ ഒരു ചിത്രം കാണുന്നില്ലേ? ഉണ്ട് അല്ലേ? എവിടെയുണ്ട്? കാശ്മീരിന് ഉമ്മ വയ്ക്കാൻ കുട്ടി ആഗ്രഹിച്ചത് എന്തുകൊണ്ടാവാം? എന്താ കാരണം? മരങ്ങളും പൂക്കളും അരുവികളും നിറഞ്ഞ മഞ്ഞു മൂടിക്കിടക്കുന്ന കാശ്മീരിന്റെ സൗന്ദര്യമാണ് അതിനെ ഉമ്മ വെക്കാൻ. ട്ടോ ഇവിടെ നേന്നാക്കുക കേട്ടോ. അതിനെ ഉമ്മ വെക്കാൻ. ഇവിടെ നേന്നാക്കുക. അതിനെ ഉമ്മ വെക്കാൻ കുട്ടിയെ പ്രേരിപ്പിച്ച ഘടകം. മനസ്സിലായല്ലോ? അതിനെ എന്നാണ് കേട്ടോ. അതിനെ ഉമ്മ വെക്കാൻ കുട്ടിയെ പ്രേരിപ്പിച്ച ഘടകം. അപ്പോൾ നമ്മുടെ ഇടുക്കിയുടെ താജ്മഹൽ എന്നുള്ള ചാപ്റ്റർ ഫുൾ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കഥയും റീഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം എന്തും ചെയ്തിട്ടുണ്ട്? പാഠത്തിലെ ചോദ്യോത്തരങ്ങൾ അല്ലേ? പാഠത്തിലെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മളുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മലയാളം മാത്രമല്ല, നമ്മൾ മലയാളത്തിൻ്റെ കേരള പാഠാവലിയും അടിസ്ഥാന പാഠാവലിയും ഉണ്ട് കേട്ടോ. രണ്ടും ഉണ്ട്. അതുകൂടെ തന്നെ എല്ലാ സബ്ജക്റ്റിൻ്റെ ക്ലാസ്സുകളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ ക്ലാസ്സുകളും കാണുക. എല്ലാ സബ്ജക്റ്റിൻ്റെ പ്ലേലിസ്റ്റ് ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. താങ്ക് യു.